ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം ഏതാണെന്നറിയോ? ഇത് ഞാൻ എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഞാൻ ഇങ്ങോട്ടാണ് വരിക. ഇവിടെയാണ് എൻ്റെ അമ്മ ജോലി ചെയ്യുന്നത്. ഈ ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത്. എന്താ ഞാൻ നേരെ വീട്ടിലേക്ക് പോകാറില്ല. ഞാൻ എക്സാം കഴിഞ്ഞ ഉടനെ ഞാൻ ഇങ്ങോട്ടാണ് വരിക. ഇപ്പോൾ ഈ ഇടയായിട്ട് ഞാനും അമ്മയും ഒരുമിച്ചാണ് വീട്ടിൽ പോകാറ്. ഇന്ന് ഉച്ചയ്ക്ക് വന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ എന്താ പറയുക, അമ്മ ഫുഡ് കൊണ്ടുവരും കേട്ടോ. എനിക്കുള്ളതും കൂടി അമ്മ എന്താവും ബേഗിലെടുത്തിട്ട് കൊണ്ടുവരും. പാവം എൻ്റെ അമ്മ. എന്താ പറയുക, ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടാവില്ല. ഞാൻ ഇവിടെ തന്നെ ഇരുന്നിട്ട് പഠിക്കുക ചെയ്യുക. വൈകുന്നേരം വരെ ഇവിടെ ഇരുന്ന് പഠിക്കും. എന്നിട്ട് അമ്മയുടെ ഇവിടെ തന്നെ വീട്ടിലേക്ക് അങ്ങനെ പോകാനല്ലോ ചെയ്യുക. അപ്പോൾ പഠിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഉറക്കൊക്കെ വന്നപ്പോൾ ഞാൻ ഇവിടെ തന്നെ കടന്നങ്ങ് ഉറങ്ങിക്കഴിഞ്ഞ് ഞാൻ എണീച്ചപ്പോൾ അച്ഛൻ വിളിച്ച് പറയാണ് നമുക്ക് ഇന്നൊരു സിനിമയ്ക്ക് പോകാമെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സിനിമ ഏതാണെന്നറിയോ? രാത്രി 10 മണിക്കുള്ള ഷോയ്ക്ക് ഞാനിപ്പോൾ 7:30 ഒരുങ്ങിട്ടോ. പിന്നെ അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ അച്ഛൻ എന്തോ കുറിക്കുന്നു. പിന്നെ ഞാനത് നോക്കിയിട്ടില്ലല്ലോ, എനിക്കും കഴിക്കേണ്ട. അച്ഛൻ മാത്രം കഴിച്ചാൽ മതിയോ, ഞാനും കൂടി കഴിക്കേണ്ടതെന്ന് വിചാരിച്ച് ഞാനും കൈ നീട്ടി. രാത്രി 10 മണി ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. പുറത്ത് ഈയിടെയായിട്ട് നല്ല തണുപ്പാണല്ലോ, അപ്പം നല്ല തണുപ്പുണ്ടായിരുന്നു. ഞാൻ സ്വെറ്റർ ഇട്ടിട്ടാട്ടോ പോയേ. പടം എനിക്ക് ഇഷ്ടമായോ ചോദിച്ചാൽ വൺ ടൈം വാച്ചബിൾ മൂവി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആദ്യം വരുന്ന ഫൈറ്റിൽ തന്നെ നല്ല DJ പാട്ടൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ കൂടെ കയറി തല്ലാനൊക്കെ തോന്നി കേട്ടോ. ഡാൻസ് കളിക്കാനും തോന്നി കേട്ടോ. ദിലീപിനെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും കൂക്കും വിളിയൊക്കെ ആയിരുന്നു. ആ തിയേറ്റർ മുഴുവൻ അങ്ങ് ഇളകിയ പോലെയായിരുന്നു. അമ്മയ്ക്കും അച്ഛനും പടം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറഞ്ഞത്. അമ്മയ്ക്ക് നല്ല ഉറക്കം വന്നു പോലും. അത്രയും ഫൈറ്റിങ്ങിൻ്റെ ഇടയിൽ അമ്മയ്ക്ക് ഉറക്കം വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മൾ കാറും കൊണ്ടാണല്ലോ പോയത്. പിന്നെ മഞ്ഞത്ത് വിറങ്ങലിച്ച് കുത്തിയിരിക്കുന്ന ആ കാറിനെ കണ്ടപ്പോൾ പാവം തോന്നി കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഗ്ലാസ്സൊക്കെ തുടച്ച് വൃത്തിയാക്കി. ഇല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് അച്ഛന് കണ്ണ് കാണൂല. നല്ല സ്പീഡിലായിരുന്നു അച്ഛൻ വണ്ടി ഓടിച്ചത്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. ചെവി കൂടെ കാറ്റ് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തൊപ്പിയൊക്കെ ഇട്ടത്. ഈ സന്തോഷം ഇന്നത്തേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം നാളെ എക്സാമാണ്, ബിസിനസ്സേ. ഒരു പാഠവും തലയിലും കയറുന്നില്ല, പഠിച്ചിട്ടും ഇല്ല. ഇനി എന്ത് പരീക്ഷയ്ക്ക് എഴുതി വെക്കുമോ ആവോ.